ഹലോ ഫ്രണ്ട്സ്, വൃത്തിയും വെടുപ്പുള്ള ചുറ്റുപാടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നാം എല്ലാവരും. നമ്മുടെ വീടും വീട്ടിലുള്ള വസ്തുക്കളും പരിസരവും ഒക്കെ വൃത്തിയാക്കുക എന്നത് നമ്മളിൽ പലരുടെയും ദിനചര്യയുടെ ഭാഗവുമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ചില വസ്തുക്കൾ വൃത്തിയാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. നമ്മൾ അവയൊക്കെ പൂർണ്ണമായിട്ട് വൃത്തിയാക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ വസ്തുക്കളെ ഏറ്റവും ആഴത്തിൽ വൃത്തിയാക്കിയിട്ടുള്ള ചില ആളുകളെയാണ് സിക്സ്ത് സെൻസ് മലയാളം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അവരാരൊക്കെയാണെന്നും എന്തൊക്കെയാണ് വൃത്തിയാക്കിയതെന്നും അറിയാനായിട്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ. നമ്പർ 1, എല്ലാവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വൃത്തിയാക്കൽ പണികളിലൊന്നാണ് ടോയ്ലറ്റ് ക്ലീനിങ്. ഭൂരിഭാഗം ആളുകളും പാതി മനസ്സോടെയും മടി പിടിച്ചും ചെയ്യുന്ന ടോയ്ലറ്റ് ക്ലീനിങ് ചിലർ വളരെ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഈ വ്യക്തി വർഷങ്ങളായിട്ട് അടഞ്ഞുകിടന്ന ഒരു വീടിനുള്ളിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ടോയ്ലറ്റിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ പലരും അതിനടുത്തേക്ക് അടുക്കില്ല എന്നിരിക്കെ ആ ടോയ്ലറ്റിന്റെ ഓരോ ഭാഗവും ആ വ്യക്തി തന്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ച് വൃത്തിയാക്കി തുടങ്ങുകയും ഒടുവിൽ ടോയ്ലറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളെയും വൃത്തിയാക്കി ടോയ്ലറ്റ് ഫ്ലോർ വരെ കഴുകി വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കി മാറ്റി. എന്തായാലും ആ വ്യക്തിയുടെ ആത്മാർത്ഥതയും അധ്വാനവും വളരെ പ്രശംസനീയം തന്നെയാണ്. ഇനി നമ്പർ 2, ഒരു വീട്ടിലെ ഏറ്റവും പൊടിയോ അഴുക്കുക പിടിച്ച വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും അതിനുത്തരം ഡോർമാറ്റ് തന്നെ ആയിരിക്കും അല്ലേ. ചില വീടുകളിലേക്ക് ഡോർമാറ്റുകൾ കണ്ടാണ്ടല്ലോ, അതിന്റെ യഥാർത്ഥ നിറം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവയിൽ അഴുക്ക് അടിഞ്ഞിരിക്കും. പലരും വാക്യൂം ക്ലീനർ ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള ഡോർമാറ്റുകളൊക്കെ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവർക്ക് ആർക്കും അവ പൂർണ്ണമായിട്ട് വൃത്തിയാക്കുവാൻ സാധിക്കാറുമില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിലെ വ്യക്തി വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ഡോർമാറ്റ് വൃത്തിയാക്കുന്നതൊന്ന് കണ്ടു നോക്കി. വാക്യൂം ക്ലീനർ ഡോർമാറ്റിന് മുകളിലൂടെ കടന്നു പോകുന്ന ഭാഗം പുത്തൻ പുതിയതുപോലെയായി മാറുന്നത് നിങ്ങൾ കണ്ടു. അത്രയും വൃത്തിയായിട്ടാണ് ആ വ്യക്തി ഡോർമാറ്റ് ക്ലീൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ക്ലീനിങ് പടവം എന്തായാലും ആരും നോക്കിയെന്ന് പോകുന്നതിൽ ഒരു സംശയമില്ല. അടുത്തായിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ എന്ത് വസ്തുവാണ് ഇവിടെ ഈ വ്യക്തി ക്ലീൻ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. എന്തോ അഴുക്ക് പിടിച്ച വസ്തുവാണ്, അതൊന്ന് മാത്രം വേണമെങ്കിൽ നമുക്ക് കരുതാം എന്ന് മാത്രം. എന്നാൽ വൃത്തിയാക്കൽ പുരോഗമിക്കുന്നതിനിടയിൽ അതൊരു ബാത്ത് ടബ് ആണെന്ന് നമുക്ക് ഒടുവിൽ മനസ്സിലാകും. വളരെയധികം കാലം ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ട് പൊടിയും അഴുക്കും പറ്റിപ്പിടിച്ചാണ് ബാത്ത് ടബ് ഇത്രയും വൃത്തികേടായത്. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന ക്ലീനിങ് വർക്കറുടെ ഡീപ് ക്ലീനിങ് മൂലം ബാത്ത് ടബ് പുതുബുദ്ധം പോലെ ആയത് കണ്ടു. ഈ ജോലിക്കാരന്റെ കഴിവ് കാണുമ്പോൾ തോന്നുന്നത് ഇയാൾക്ക് ലോകത്തെ ഏത് വസ്തുവും നല്ലപോലെ വൃത്തിയായിട്ട് പുതിയതുപോലെ ആക്കാൻ കഴിയുമെന്നതാണ്. ഇനി നമ്പർ 4, റോഡുകളിൽ നിങ്ങൾ മാൻഹോളുകൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാമോ? 100% ആളുകളും പറയുക മാൻഹോൾ കവറിന് പെയിന്റ് അടിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നതെന്നാകും. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോയിൽ മാൻഹോൾ കവറിന് പെയിന്റ് അടിക്കുകയല്ല, മറിച്ച് മാൻഹോളിന്റെ കവർ കഴുകുന്നതാണ് നിങ്ങൾ കാണുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? മാൻഹോളിന് മുകളിലെ അടപ്പിൽ അടഞ്ഞിരുന്ന അഴുക്ക് കണ്ടാൽ പലരും കരുതുക അത് ആ അടപ്പിന്റെ നിറമായിരിക്കും എന്നാണ്. എന്നാൽ വെള്ള നിറമുള്ള മാൻഹോളിന്റെ അടപ്പ് അഴുക്ക് കൊണ്ട് മൂടി ആ നിറത്തിലാകുകയായിരുന്നു. എന്തായാലും ആ ക്ലീനിങ് സ്റ്റാഫ് വളരെ നന്നായിട്ട് മാൻഹോളിന്റെ കവർ ക്ലീൻ ചെയ്തുവെന്ന് കവറിന്റെ നിറം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമ്പർ 5, ചില അവസരങ്ങളിൽ ചിലരുടെ കാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളിയും അഴുക്കും കണ്ടാൽ അത് സർവീസ് സ്റ്റേഷനിലെ ജീവനക്കാർക്ക് പോലും നീക്കം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിപ്പോവും. എന്നാൽ അത് വെറും തോന്നലാണ് കേട്ടോ. സർവീസ് സ്റ്റേഷനുകളിലുള്ള മികച്ച ക്ലീനിങ് ടൂളുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ അവർക്ക് എത്ര മോശം അവസ്ഥയിലും വൃത്തികേടായ വാഹനങ്ങൾ വൃത്തിയാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ചെളിയിൽ കുതിർന്നു കിടക്കുന്ന ഈ കാറ് സർവീസ് സ്റ്റേഷനിൽ വൃത്തിയാക്കുന്നത് നിങ്ങളൊന്ന് നോക്കി. ഈ കാറിന്റെ അവസ്ഥ കണ്ടാ അറിയാം അത് ഒരാൾ തനിയെ വൃത്തിയാക്കാൻ ഒരിക്കലും മുതിരില്ല എന്ന്. അഥവാ മുതിർന്നാലും കാറിനെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അയാൾ വളരെ പാടുപെടേണ്ടി വരും. എന്നാൽ സർവീസ് സ്റ്റേഷനിലെ ഈ ജോലിക്കാരൻ എത്ര സിമ്പിൾ ആയിട്ടാണ് കാറിലെ ചെളിയെല്ലാം നീക്കം ചെയ്ത് കാറ് വൃത്തിയാക്കുന്നത്. കാറിന്റെ വൃത്തിയായ ഭാഗവും ചെളി പറ്റിയ ഭാഗവും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തോന്നില്ലേ? അതുകൊണ്ട് കാർ ഒരുപാട് വൃത്തികേടായാൽ ഒന്നും നോക്കണ്ട, നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. ഇനി നമ്പർ 6 ആണ്, വീട്ടിലെ ഫർണിച്ചറുകൾ വൃത്തിയാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. എന്നാൽ ചിലർക്ക് ആ ജോലി വളരെ എളുപ്പമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെട്ടുള്ളൂ നിങ്ങൾ. ഇയാള് തന്റെ വീട്ടിലെ സോഫ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അയാൾ ഉപയോഗിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണ്. സോഫയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ അഴുക്കും കറയും ഒക്കെ വലിച്ചെടുത്ത് സോഫയുടെ നിറവും ലുക്കും ഒക്കെ പഴയപടി ആക്കി എടുക്കുകയാണ് അയാൾ. ക്ലീനിങ് പൂർത്തിയാകുമ്പോഴേക്കും ആ സോഫ പുതിയതുപോലെ ആയി മാറി. എന്തായാലും ഈ സോഫ ക്ലീനിങ് കണ്ടിരിക്കാൻ വളരെ രസകരമായിരുന്നു അല്ലേ. ഇനി 7th 1, വീടിന്റെയോ ഓഫീസിന്റെയോ തറ വൃത്തിയാക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഒരുപാട് സമയവും അധ്വാനം എടുക്കുന്ന ജോലിയാണ് തറ വൃത്തിയാക്കൽ എന്ന് പറയുന്നത്. എന്നാൽ ചിലര് ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നത് കണ്ടാൽ തോന്നുക അവരെക്കാൾ എക്സ്പേർട്ട് ആയിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ആരും ലോകത്തെവിടെ ഉണ്ടാവില്ല എന്നാണ്. ഉദാഹരണത്തിന്, ഈ ജോലിക്കാരൻ തറ വൃത്തിയാക്കുന്ന കണ്ടോളൂ. ഇയാൾ വൃത്തിയാക്കുന്നത് റോഡിനരികിലെ ഫുട്പാത്തിന്റെ തറയാണ്. വെയിലും മഴയും മഞ്ഞും ഒക്കെ ഏറ്റ് പായൽ പിടിച്ച് കിടന്ന തറയെ അയാൾ ക്ലീൻ ചെയ്യുന്നത് സ്റ്റീം ക്ലീനർ ഉപയോഗിച്ചിട്ടാണ്. എത്ര വേഗത്തിലും കൃത്യതയിലുമാണ് അയാൾ തറ വൃത്തിയാക്കുന്നതെന്ന് കണ്ടു നിങ്ങൾ. എന്തായാലും അയാളെ പോലെ ക്ലീനിങ് സ്റ്റാഫുകൾ ധാരാളം ഉണ്ടെങ്കിൽ ഏത് നഗരവും വൃത്തിയുള്ള നഗരമായിട്ട് മാറുമല്ലേ.
ഇനി ഈ വീഡിയോ കാണുന്നവർ വെള്ള കസേരയ്ക്ക് കടുത്ത നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയാണ് എന്ന് കരുതരുത് കേട്ടോ. സത്യത്തിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കസേര കഴുകുന്നതാണ്. വളരെ കാലം ഉപയോഗശൂന്യമായിട്ട് കിടന്ന അഴുക്ക് പിടിച്ച പ്ലാസ്റ്റിക് കസേരയെ പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ച അഴുക്ക് ഇളകി മാറി കസേരയുടെ യഥാർത്ഥ നിറം പുറത്തു വരുന്നത് കണ്ടാണ് നിങ്ങൾ പെയിന്റായി ഇതിനെ തെറ്റിദ്ധരിച്ചത്. കഴുകി വരുന്നതിനനുസരിച്ച് കസേര പുത്തം പുതിയതുപോലെ ആകുന്ന കാഴ്ച ആരുടെയും മനം നിറയ്ക്കുന്ന ഒന്നാണ്. ഇനി ഈ വീഡിയോയിൽ കഴുകുന്ന വസ്തു എന്താണെന്ന് നിങ്ങൾ പറയുവാൻ കഴിയുമോ? ഒറ്റ കാഴ്ചയിൽ വളരെ കാലം വെയിലും മഴയുമേറ്റ് തുരുമ്പ് പിടിച്ച് നശിച്ച ഒരു ഇരുമ്പ് പ്ലേറ്റ് ആണ് കഴുകുന്നതെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകും. എന്നാൽ കേട്ടോളൂ, ഇതൊരു ഇരുമ്പ് പ്ലേറ്റ് അല്ല. സോപ്പ് വെള്ളം ഒഴിച്ച് കഴുകി തുടങ്ങുമ്പോഴാണ് പലർക്കും ഇതൊരു കാറിന്റെ ഉള്ളിലെ മാറ്റാണെന്ന് മനസ്സിലാകുന്നത്. കാർപ്പറ്റ് കഴുകിയ തൊഴിലാളിയുടെ മിടുക്ക് കൊണ്ട് അധികം വൈകാതെ തന്നെ കാർപ്പറ്റ് നല്ല വൃത്തിയുള്ളതായിട്ട് മാറി. വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട കാർപ്പറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ കഴുകിയ ശേഷം കാണുന്ന കാർപ്പറ്റും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കൂ. അഴുക്ക് പിടിച്ച് തുരുമ്പ് പിടിച്ചതുപോലെയായിരുന്ന കാർപ്പറ്റ് ഇവിധം പുത്തൻ പോലെയാക്കിയെടുത്ത ആ ക്ലീനിങ് സ്റ്റാഫ് ഒരു പ്രോ തന്നെയാണല്ലേ. ഇനി നമ്പർ 10, കാറിനുള്ളിലുള്ള ഭാഗങ്ങൾ ഒരുപാട് അഴുക്ക് പിടിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അഴുക്കും പൊടിയും മാത്രമല്ല ഓയിലും ഗ്രീസും ഒക്കെ പറ്റിപ്പിടിച്ച് അവ നന്നായിട്ട് വൃത്തികേടാകാറുണ്ട്. മിക്ക ആളുകളും കാറിനുള്ളിലെ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. എന്നാൽ കാറിന്റെ പുറം ഭാഗം എങ്ങനെ വൃത്തിയാക്കുന്നുവോ അതുപോലെ തന്നെ ഉൾഭാഗത്തെ യന്ത്രഭാഗങ്ങളും വൃത്തിയാക്കണമെന്നത് പ്രാധാന്യം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സർവീസ് സെന്ററിലെ ജീവനക്കാരൻ കാറിന്റെ എഞ്ചിന്റെ ഒരു ഭാഗം സ്റ്റീം ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണ്. ആ എഞ്ചിൻ പാർട്ടിൽ പിടിച്ചിരിക്കുന്ന അഴുക്കും പൊടിയും ഓയിലും ഗ്രീസും ഒക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് ആ വർക്കർ ക്ലീൻ ചെയ്ത് മാറ്റുന്നത്. അയാൾ ക്ലീൻ ചെയ്യുന്ന രീതി കണ്ടാൽ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് ഫീൽ ചെയ്യൂല്ലേ. ഇനി നമ്പർ 11, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഓടകൾക്ക് മീതെ ഇത്തരത്തിൽ ഇരുമ്പ് അടപ്പുകൾ വെച്ചിരിക്കുന്നത്. ഓടകളിൽ അഴുക്ക് നിറഞ്ഞടിയുമ്പോൾ അവ എടുത്തു മാറ്റിയിട്ടാണ് ഓട വൃത്തിയാക്കുക. അല്ലാത്തപ്പോൾ ഈ ഇരുമ്പ് അടപ്പുകളുടെ മുകളിലുള്ള വിടവുകളിലൂടെ വെള്ളവും അഴുക്കും ഓടയിൽ വീണ് ഒഴുകി പോകുന്നു. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ അവ വൃത്തിയാക്കിയില്ലെങ്കിൽ അവ തുരുമ്പിക്കാനും നശിക്കാനൊക്കെ ഇടയുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ അത്തരത്തിലുള്ള ഒരു ഓട ഒരു ക്ലീനിങ് സ്റ്റാഫ് വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓട പ്രഷർ വാഷർ ടൂൾ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനൊപ്പം തന്നെ അയാൾ ഓടയുടെ അരികിൽ നിൽക്കുന്ന അനാവശ്യമായിട്ടുള്ള കാടുകളും പ്രഷർ വാഷർ ഉപയോഗിച്ച് പിഴുതെറിയുന്നതും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി 12th വൺ, എഞ്ചിൻ എന്നത് വാഹനത്തിന്റെ ഹൃദയമാണ്. അത് കേടായാൽ പിന്നെ വാഹനം വെറും പാഴ്വസ്തുവാണ്. പലപ്പോഴും വാഹനത്തിന്റെ എഞ്ചിൻ വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യം പലരും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. വാഹനത്തിന്റെ പുറം ഭാഗം വൃത്തിയായിട്ട് വെക്കുക എന്നതാണ് മിക്ക വാഹന ഉപഭോക്താക്കളും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുന്ന കാര്യം. എന്നാൽ എഞ്ചിനും ക്ലീൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു വാഹനത്തിന്റെ എഞ്ചിൻ ഒരു ക്ലീനിങ് സ്റ്റാഫ് വൃത്തിയാക്കുന്നതാണ്. എഞ്ചിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിന് മുകളിൽ എത്രത്തോളം അഴുക്കും ചെളിയും അടിഞ്ഞ് അത് തുരുമ്പെടുത്തിട്ടുണ്ടെന്ന്. എന്നാൽ ക്ലീനിങ് തുടങ്ങിയതോടെ എഞ്ചിന്റെ ലുക്കൊക്കെ മാറി തുടങ്ങി. വൃത്തിയാക്കുന്നത് കാണുന്ന പലരും കരുതുക എഞ്ചിൻ പെയിന്റ് ചെയ്യുകയാണെന്നാണ്. പക്ഷേ വൃത്തിയാക്കുമ്പോൾ എഞ്ചിന്റെ യഥാർത്ഥ പെയിന്റ് തെളിഞ്ഞു വരുന്നതാണത് എന്ന് പലരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. എഞ്ചിൻ ക്ലീൻ ചെയ്യാൻ സാധാരണയായിട്ട് ഇതേപോലെയുള്ള ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സാണ് സർവീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ലോകത്തിലെ മികച്ച ക്ലീനിങ് പ്രൊഫഷണൽസ്. ഇവരിൽ ആരുടെ ക്ലീനിങ് ആണ് നിങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ചതെന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. അപ്പോൾ സിക്സ്ത് സെൻസ് മലയാളം അവതരിപ്പിച്ച ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലൈവായി ലഭിക്കുന്നതാണ്. ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.